കോതമംഗലത്ത് ഇഷ്യൂസ് ഇപ്പം ജാമ്യം കിട്ടി, പക്ഷെ വീണ്ടും അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമം നടക്കുന്നു എന്നാണ് അറിയുന്നത്. കോതമംഗലത്ത് കൊലപ്പുള്ളികളെ അറസ്റ്റ് ചെയ്യുന്നത് പോലെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിന് മുഹമ്മദ് ഷിയാസിനും മാത്യു കുഴൽനാടൻ MLAക്കും കോടതി ജാമ്യം അനുവദിച്ചു. ഈ ഒരു ഉണ്ടാക്കിയ കേസാണ്, തല്ലിക്കൂട്ടി ഉണ്ടാക്കിയ കേസാണ്. ഒരു ജാമ്യം പോലും ഇല്ലാത്ത കേസുണ്ടാക്കി മനഃപൂർവ്വം ബലം പ്രയോഗിച്ചൊരു കൊലപ്പുള്ളിയെ കൊണ്ടുപോകുന്നത് പോലെയാണ് കൊണ്ടുപോയത്. കോടതി ജാമ്യം കൊടുത്ത ഉടനെ അടുത്തൊരു കേസ്, അതിൽ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാർ പുറത്തു നിൽക്കുക. ആ കേസ് നമ്മളെ ചിരിപ്പിച്ച് കൊല്ലും. എന്താണെന്നറിയാമോ? DCC പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് പുറത്തു നടക്കുന്ന ആക്രമണത്തിൽ ഒന്നാം പ്രതി DC പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് പുറത്ത് ആക്രമണം സംഘർഷം നടന്നു എന്നാണ്. അപ്പൊ DC പ്രസിഡന്റ് പോലീസ് കസ്റ്റഡിയിലാണ്. DCC പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് അദ്ദേഹം പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കുമ്പോൾ പുറത്തു നടന്ന സംഘർഷത്തിന്റെ പേരിൽ അദ്ദേഹം ഒന്നാം പ്രതി. ഈ പോലീസുകാർ ഇങ്ങനെ ചിരിപ്പിക്കരുത്, നിങ്ങളുടെ ഗൗരവം പോവും. അദ്ദേഹം പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കുമ്പോൾ നടന്ന സംഭവത്തിൽ അദ്ദേഹത്തെ ഒന്നാം പ്രതിയാക്കി വീണ്ടും ജയിലിലടക്കണമെന്നുള്ള വാശിയാണ്. ഇങ്ങനെയൊന്നും സമരത്തെ അടിച്ചമർത്താമെന്ന് കരുതണ്ട. ആർക്കു വേണ്ടി ഞങ്ങൾ സമരം ചെയ്യുന്നത്? സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. വീണ്ടും വീണ്ടും ആക്രമണങ്ങൾ നടക്കുകയാണ്, വന്യജീവി ആക്രമണങ്ങൾ നടക്കുകയാണ്. ഗവൺമെന്റ് ഒന്നും ചെയ്യുന്നില്ല. മരപ്പട്ടി ശല്യത്തിൽ അസ്വസ്ഥനായ മുഖ്യമന്ത്രിക്ക് ഈ വന്യജീവി ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബത്തെക്കുറിച്ച് വല്ല ചിന്തയുണ്ടോ? എന്തെങ്കിലും ഒരു ചെറുവിരൽ അദ്ദേഹം അനക്കുന്നുണ്ടോ? ഒരു ഹ്രസ്വകാലത്തേക്കോ ദീർഘകാലത്തേക്കുള്ള ഒരു പരിപാടിയുണ്ടോ? മര്യാദയ്ക്കൊരു യോഗം നടത്തിയിട്ടുണ്ടോ? ഒരു യോഗം എന്ത് ചെയ്യണമെന്ന് ആലോചിക്കാൻ ഒരു യോഗം നടത്തിയിട്ടുണ്ടോ? മരപ്പട്ടിയുടെ കേസിലെടുത്ത ഗൗരവമെങ്കിലും ഈ വന്യജീവികൾ ചവിട്ടിക്കൊല്ലുന്ന, ആന ചവിട്ടിക്കൊല്ലുന്ന, കടുവ കൊന്നു തിന്നുന്ന ഈ മനുഷ്യരെക്കുറിച്ചും അവരുടെ കുടുംബത്തെക്കുറിച്ചും മുഖ്യമന്ത്രിക്ക് വേണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. ഒരു കാര്യം കൂടി സൂചിപ്പിക്കുക. തെരഞ്ഞെടുപ്പാണല്ലോ. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കോടികളുടെ അഴിമതി കാണിക്കാനുള്ള ഒരു വൻ പരിപാടിയുമായി സർക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. സർക്കാരിന് കിട്ടേണ്ട കോടികൾ വലിയ ഡിസ്റ്റിലറികൾ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള അഴിമതിയാണ് ഇതിന്റെ പുറകിൽ. സംസ്ഥാനത്തെ ടാക്സസ് കമ്മീഷണർ ലീവിലായ സമയത്ത് നേരത്തെ കേരളീയത്തിനും നവകേരള സദസ്സിനും പണം പിരിച്ചു കൊടുത്തതിന് ഗവൺമെന്റ് സമ്മാനം കൊടുത്ത അഡീഷണൽ കമ്മീഷണർക്ക് ടാക്സസ് കമ്മീഷണറുടെ ചാർജ് കൊടുത്തിട്ടാണ് ഈ അഴിമതി നടത്താനുള്ള നീക്കം. ഇത് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും മന്ത്രിമാരോടും ഞങ്ങൾ പറയുകയാണ്. വീര്യം കുറഞ്ഞ മദ്യത്തിന് ഇപ്പോ 250, 300 ഒക്കെയാണല്ലോ ഇപ്പൊ നികുതി. അത് 100-ൽ താഴെ നികുതിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് അത് നടത്തി ഫണ്ട് സ്വരൂപിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അത് വേണ്ട എന്ന് ആദ്യമേ പ്രാഥമികമായി പറയുകയാണ്. ഞങ്ങളത് അറിഞ്ഞിട്ടുണ്ട്. ഈ ഉദ്യോഗസ്ഥന് ചാർജ് കൊടുത്ത് അഴിമതി നടത്താനുള്ള നീക്കമാണ് നടക്കുന്നത്. ഈ കേരളത്തിന് ഈ കടമെടുപ്പുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ വാദം നടന്നിരുന്നു. അപ്പോൾ 12,000 കോടി രൂപ മേടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കി കാര്യത്തിന് ചർച്ച നടത്താൻ. അല്ല, അതൊക്കെ കിട്ടേണ്ട പൈസയല്ലേ? കിട്ടേണ്ട പൈസ കൊടുക്കുമല്ലോ. കിട്ടേണ്ട പൈസ കൊടുക്കണം. കേസ് വേറെയാണ്. കേസ് ഇനിയും കടമെടുക്കാൻ അനുമതി കൊടുക്കണമെന്നാണ് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുന്നത്. അത് നടക്കട്ടെ, കേസ് നടക്കട്ടെ. അല്ല, ഞങ്ങൾ നാളെ വൈകുന്നേരം 6 മണിക്ക് സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി വെച്ചിട്ടുണ്ട്. ആ സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയാണ് സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ അന്തിമമായ തീരുമാനമെടുക്കേണ്ടത്. അന്തിമമായ തീരുമാനമെടുത്ത് ഉടൻ പ്രഖ്യാപിക്കും. KPCC പ്രസിഡന്റ് മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ പോസ്റ്ററുകളൊക്കെ കണ്ണൂര് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. തീരുമാനം എടുക്കേണ്ടത് നാളത്തെ സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയാണ്. ഞാൻ മുൻകൂട്ടി പറയുന്നതിൽ ഒരു അനൌചിത്യമുണ്ട്. അപ്പോൾ അത് നാളെ തീരുമാനം എടുക്കും. KPCC പ്രസിഡന്റ് അടക്കം എല്ലാവർക്കും ബാധകമായ തീരുമാനം കേന്ദ്ര നേതൃത്വമാണ്, സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി. ഞാനും പ്രസിഡന്റ് അതിൽ പങ്കെടുക്കുകയും ചെയ്യും. അല്ല, അത് കഴിഞ്ഞാൽ ഉടനെ ചെയ്യാവുന്ന കാര്യമുള്ളൂ. എന്റേത് അങ്ങനെ തർക്കങ്ങളുടെ പ്രശ്നമൊന്നുമില്ല. ആരും തമ്മിൽ അങ്ങനെ വാശിയോ തർക്കങ്ങളോ സീറ്റിന് വേണ്ടി പിടിവലിയോ ഒന്നുമില്ല. അല്ലാതെ ഇല്ല 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 അനാവശ്യമായിട്ടുള്ള ഒരു തരത്തിലുള്ള തർക്കങ്ങളും ഉണ്ടായിട്ടില്ല. അല്ല, അതെല്ലാം അവിടെയാണ് തീരുമാനം എടുക്കേണ്ടത്. എല്ലാം അവിടെയാണ് തീരുമാനം. അല്ല, അതെല്ലാം അവിടെ തീരുമാനം എടുക്കണം. CEC ഞാൻ CEC കൂടാൻ ഷെഡ്യൂൾ ചെയ്തിട്ട് ഞാനിവിടെ വന്ന് എയർപോർട്ടിൽ വന്ന് നിങ്ങളോട് ഇതെല്ലാം പറഞ്ഞ ഞങ്ങളെല്ലാം KPCC ആവശ്യപ്പെട്ടിട്ടുണ്ട്. UDF ഘടകകക്ഷികളെല്ലാം എന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ തന്നെ മത്സരിക്കണം എന്ന് ആവശ്യപ്പെടാൻ എല്ലാ ഘടകകക്ഷികളും.
അദ്ദേഹം കേരളത്തിൽ തന്നെ ഉണ്ടാകണം, വയനാട്ടിൽ തന്നെ ഉണ്ടാകണം എന്ന് അവർക്ക് വേണ്ടി ആവശ്യപ്പെടണമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. UDF-ഉം KPCC-യും ഒറ്റക്കെട്ടാണ് അദ്ദേഹം വരണം എന്നുള്ള കാര്യത്തിൽ.